നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു മെഗാ വിശേഷം തന്നെ കേട്ടോ. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വിശേഷമാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേണുവിന് ചായയൊക്കെ ആയിട്ട് രേവതി വരുവാണ്. ആ സമയത്ത് വേണു പറഞ്ഞു, ആ പലിശക്കാരൻ ഒരു 4-5 ലക്ഷം കൊടുക്കണമെന്ന് പറയാം. അത് കേട്ടപ്പം രേവതി പറഞ്ഞു, 19 ലക്ഷം കൊടുക്കാനില്ലാരും ചോദിക്കുക. അത് കൊടുത്ത് ഇപ്പൊ 4-5 ലക്ഷത്തിൽ എത്തി നിൽക്കുക. എങ്കിലും ഉടനെ തന്നെ ഒരു 2 ലക്ഷം എങ്കിലും പലിശ കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയാ. ഇനിയിപ്പൊ എന്ത് ചെയ്യും വേണോട്ടാന്ന് ചോദിക്കുക. എന്തേലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ. അപ്പോഴാണ് അനാമിക അങ്ങോട്ടേക്ക് വരുന്നത്. അനാമിക വന്നിട്ട് പറഞ്ഞു, ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന്. സന്തോഷ വാർത്തയോ? എന്താ, അനന്തപുരിയിലെ കിളവനും കിളവി എങ്ങാനും ചത്തുപോയോ? അതൊന്നും അല്ല. പിന്നെ എന്താ? അത് പിന്നെ ഉണ്ടല്ലോ, എന്റെ അമ്മായിമ്മ അനിയുടെ മൊബൈൽ ഫോൺ അങ്ങോട്ട് പിടിച്ചു വാങ്ങി. പിടിച്ചു വാങ്ങിയെന്നോ? ആ, മൊബൈൽ ഫോണ് പിടിച്ചു വാങ്ങി. ആ കൃത്യ സമയത്ത് തന്നെ നന്ദു എന്ന് പറയുന്ന പൂതന അതിനകത്തേക്ക് വിളിച്ചു. നന്ദുവിന്റെ കോൾ അറ്റൻഡ് ചെയ്താരാ? ആ മൂർത്തി മുത്തച്ഛനെ അറ്റൻഡ് ചെയ്തേ. പിന്നെ പോരെ പൊടി പൂരെന്ന് പറയാ. ആഹാ, അത് കൊള്ളാലോ മോളെ, ഒരു നല്ല കാര്യമാണല്ലോന്ന്. പിന്നല്ലേ, പിന്നെ അവളോടും അവനോടും ഒക്കെ നല്ല രീതിയിൽ അങ്ങേര് പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പം നമ്മുടെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കിന്ന്. അത് കേട്ടപ്പോ വേണു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വിലപേശൽ തന്നെ നടത്താം. ഇപ്പം നമ്മുടെ കോർട്ടിലാ പന്ത് കിടക്കുന്നത്, എന്ത് വേണം നമുക്ക് തീരുമാനിക്കാം. അല്ലെങ്കിൽ തന്നെ എങ്ങനെ ഇപ്പൊ പലിശ കാശ് കൊടുക്കുമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനാബി പറഞ്ഞു, അത് പിന്നെ അച്ഛാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്താ? അല്ല, എന്റെ സ്വർണം മുക്കാലും തന്നെ അങ്ങോട്ടേക്ക് പലിശയ്ക്ക് കൊടുക്കാനായിട്ട് എടുത്തേക്കുമല്ലായിരുന്നോ? ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, അങ്ങനെ പറയരുത് മോളെ. നിനക്ക് 100 പവൻ തന്നല്ലേ, അതിനകത്തുനിന്ന് 60 പവനല്ലേ എടുത്തിട്ടുള്ളൂ. ബാക്കി ഒരു 40 പവൻ നിന്റെ കസ്റ്റഡിയിൽ തന്നെയില്ലേ? ഹോ, എന്റെ അമ്മേ, അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലെങ്കിൽ തന്നെ ഇപ്പം ആ വല്യമ്മയുടെ നെക്ലേസ് അത് വാങ്ങി അച്ഛൻ പലിശക്കാരന് കൊടുത്തെന്നും പറഞ്ഞ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നേ. ഇനിയിപ്പം അവിടെ നിന്ന് കിട്ടുന്ന സ്വർണ്ണം ഒന്നും എടുത്ത് എനിക്ക് അങ്ങോട്ട് ചെലവാക്കാൻ പറ്റില്ല. അത് കേട്ടപ്പോ വേണു പറഞ്ഞു, അങ്ങനെ പറയില്ല മോളെ. മിക്കവാറും കണ്ടോ, ഈ അനന്തപുരിക്കാരൻ നമ്മുടെ കാലേ വീഴാനായിട്ട് വരും. കാരണം നീ അങ്ങോട്ടേക്ക് ചെല്ലണ്ട ഇപ്പം കിളവന്റെയും കിളവിയുടെയൊക്കെ ആവശ്യമാണല്ലോ. അപ്പൊ അവര് വിളിക്കുമ്പോ നമുക്ക് ചില വിലപേശലുകളൊക്കെ നടത്താം. നമ്മുടെ കടം വീട്ടിയെടുക്കണ്ടേ എന്ന് ചോദിക്കുക. അത് ശരിയാ. അപ്പോഴേക്കുമാണ് വേണുവിന്റെ ഫോൺ ബെല്ലടിച്ച് നോക്കിയപ്പോ മൂർത്തി മുത്തശ്ശന. ദേ, പറഞ്ഞ് നാവ് വായിലേക്ക് ഇട്ടില്ല, അങ്ങേരെ വിളിക്കണമെന്ന് പറയാ. എടുക്ക് വേണുവേട്ടാന്ന് രേവതി പറയാ. വേണു എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, വേണു, ഇങ്ങനെയൊക്കെ പോയ കാര്യമുണ്ടോ? ദേ, മോളെ ഇങ്ങോട്ട് കൊണ്ടേ വിടാൻ പറ. മോളെ ഇങ്ങോട്ട് കൊണ്ടേ വിടാനായിട്ട് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേണു പറഞ്ഞു, എങ്ങനെ എന്റെ മൂർത്തി സാറേ എന്റെ മോളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടുന്നേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ അഹങ്കാരി പെണ്ണും അനിയും കൂടെ ചെയ്തു കൂട്ടിയതൊക്കെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? എന്റെ മോള് കഥ കടച്ചിരുന്ന് ഇപ്പോഴും കരഞ്ഞോണ്ടിരിക്കുക. അവള് പുറത്തിറങ്ങുന്നില്ല. അവിടെ വന്നു കഴിയുമ്പോ എന്തേലുമൊക്കെ വർത്താനം പറയെങ്കിലും ഇവിടെ പക്ഷെ വന്നു കഴിയുമ്പോ അവൾക്ക് ഭയങ്കര വിഷമ. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല. അത് കേട്ട മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, നമുക്ക് പറഞ്ഞു തീർക്കാം. നീ ഒരു കാര്യം ചെയ്യാ, മോളെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ആക്കാം. അതെ, അവൾക്ക് അതിന് താല്പര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു നോക്കാം. ഏതൊരു പെൺകുട്ടിയെ സഹിക്കുന്നേ? എന്റെ മോളാണെങ്കിൽ പാവ, അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വേണു 2 ഡയലോഗ് അടിച്ചു. മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, നമുക്ക് നോക്കാം, നീ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ്. പിന്നീട് രേവതി പറഞ്ഞു, കൊള്ളാലോ, അപ്പം നമുക്ക് രക്ഷയായില്ലെന്ന് ചോദിക്കാം. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? ഇപ്പം മൂർത്തി വിളിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കും. നമ്മൾ പറയണം. ഇനിയാണ് നമ്മൾ ശരിക്കും അവരെ ഒന്ന് വലിപ്പിക്കാനായിട്ട് പോന്നേ. എത്രയും പെട്ടെന്ന് തന്നെ വലിക്കാനുള്ളതിലൊക്കെ നമുക്ക് വലിക്കണം എന്നൊക്കെ പറയുമ്പോൾ അനാമികയുടെ മുഖത്ത് വല്ലാത്തൊരു തിളക്കുമായിരുന്നുണ്ടായിരുന്നേ. ആ സമയം കനക ഗോവിന്ദന് ചായയൊക്കെ ആയിട്ട് സിറ്റ് ഔട്ടിലേക്ക് വരുവാണ്. അങ്ങനെ ചായ കൊടുത്ത് ഗോവിന്ദൻ ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നന്ദു അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. നന്ദു വന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അനിയെ വിളിച്ചിട്ട് കോൾ എടുത്തില്ലെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമാവും. അനിയെ സമാധാനിപ്പിക്കാന്ന് വെച്ചാ നമ്മൾ കോൾ എടുക്കുന്നേ. ഇനിയിപ്പം കോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അനന്തപുരിക്കാർ വലിയ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും, അവരുടെ വീട്ടുകാരെ. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല, നിങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കനക പറഞ്ഞു, മോളെ, ശരിക്കും പറഞ്ഞാൽ നിന്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അമ്മ വിചാരിക്കുന്നല്ലോ അല്ല കാര്യങ്ങള്. അനിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താന്ന് ഓർത്താല് അവൻ അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോഴേക്കും വേണു പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലാവും നിന്റെ അവസ്ഥ. ഒരു കാര്യം ചെയ്യാൻ മോളെ, എത്രയും പെട്ടെന്ന് നീ ഒരു വിവാഹം കഴിക്കണം എന്ന് പറയാം. വിവാഹം കഴിക്കാനാ? ഞാനാ? നല്ല കഥയെ, എന്റെ അച്ഛൻ ഞാൻ സർവീസിലേക്ക് കയറിയിട്ടല്ലേ ഉള്ളൂ. കനക പറഞ്ഞു, മോളെ, അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നീ ഒരു വിവാഹം കഴിക്കണേ, ഈ പ്രശ്നങ്ങളൊക്കെ മാറും.
ഒരു നിന്റെ ഒരു കല്യാണം ഉറപ്പിച്ചെന്ന് അറിഞ്ഞാൽ പിന്നെ അനി മാറിക്കോളൂ എന്ന് പറയാം. എങ്ങനെ മാറും? അങ്ങനെ മാറും തോന്നുന്നുണ്ടോ? ഇനിയിപ്പം മാറിയെന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ എനിക്ക് എന്താളും ഇപ്പൊ വിവാഹം വേണ്ട. എനിക്ക് എന്താളും തളയ്ക്കപ്പെടാനായിട്ട് ഇപ്പോഴേ ആഗ്രഹമില്ല എന്ന് പറയാം. ഇത്ര കാലമില്ല അയാൾ സർവീസ് കേട്ട് കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് പറയാം. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, മോളെ നീ ഇപ്പം സർവീസ് കയറുന്ന വെച്ചോ, നിനക്ക് ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിനക്കൊരു സ്ഥാനമുണ്ട്. അപ്പം നീ അത് വിട്ടൊന്നും ചെയ്യരുത്, നാണൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. അച്ഛാ, അങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. ഇതിൻ്റെ ഒരു പരിഹാരം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതിയുള്ളൂ. ഞാൻ ആദർശേണ്ണെ നയനേച്ചിയും വിളിച്ചിട്ടുണ്ട്, ഞാൻ അവരെ കാണാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. ആ സമയത്ത് ഗോവിന്ദൻ പറഞ്ഞു, നന്ദുവിന്റെ കാര്യം കുറച്ച് കഷ്ടത്തിലല്ലേ കനകെ? അത് ശരിയാ, പാവം കൊച്ച് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചെകുത്താനും കടലിന് നടുവിൽ പെട്ട ഒരവസ്ഥയാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ? ഇനിയിപ്പം അനിയെ ഒന്ന് ആശ്വസിപ്പിക്കണമെങ്കിൽ അവൾ ഫോൺ എടുത്തില്ലെങ്കിൽ പിന്നെ അത് മതി, അവൻ അതും പറഞ്ഞുകൊണ്ട് വല്ലയിടത്തും പോയി കിടക്കുവോ എന്തേലും ചെയ്തു പോയാൽ ആ കുറ്റം മുഴുവൻ ഇപ്പൊ ആ നന്ദുവിന്റെ തലയിലാവും. അത് മാത്രമല്ല, ജോത്സൻ പറഞ്ഞ കാര്യം ഓർത്തിട്ട് എനിക്ക് ഒരു സമാധാനമില്ല ഗോവിന്ദേട്ടാന്ന് കനക പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, കഴിഞ്ഞ ദിവസം അവിടെ കണ്ടപ്പോൾ ജോത്സൻ പറഞ്ഞു അവൾ സ്നേഹിക്കുന്ന പുരുഷനെ മാത്രം അവൾ കല്യാണം കഴിക്കുള്ളെന്ന്. അതെ, അതാ എനിക്കൊരു പേടി. ഇപ്പോഴും അവളുടെ മനസ്സിൽ അനിയുണ്ട്. ഇത്രയും കാലം പുറകെ നടന്നല്ലേ അനി. പെൺകുട്ടിയുടെ മനസ്സല്ലേ നമുക്കറിയാലോ. അതുകൊണ്ട് അവളുടെ മനസ്സിന്റെ കോടില് ഇപ്പോഴും അനി തന്നെയാ. അതൊക്കെ ഓർത്തിട്ട് എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നുന്നു ഗോവിന്ദേട്ട എന്നൊക്കെ തന്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ കനക ഗോവിന്ദനോട് പറയാണ്. പിന്നീട് നന്ദുവിനെ കാത്ത് ആദർശ നയനയും കൂടെ നിൽക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും നന്ദു അങ്ങോട്ടേക്ക് വന്നു. നന്ദു വന്നു കഴിഞ്ഞപ്പം ആദർശ് ചോദിച്ചു, അല്ല എന്താ നന്ദു കാണണമെന്ന് പറഞ്ഞേ? അതെ, ഞാൻ ഈ ജോലി വേണ്ടെന്ന് വെച്ചാലോന്ന് ആലോചിക്കുക. ഇത് കേട്ടിരിപ്പത്തിന് ആദർശ് നയനെ ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്താ നന്ദു നീ പറയണേ? അതെ, എനിക്കിപ്പോൾ ഈ ജോലി ഒരു ഭാരമായിട്ട് തോന്നുക. എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം കുറെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഈ ജോലിയിൽ കയറിയത്. പക്ഷെ അങ്ങനെ കയറിയ സമയത്ത് എനിക്ക് എൻ്റെതായ തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ഒന്നിനും സാധിക്കുന്നില്ല. കാരണം ഞാൻ പോകുന്ന വഴിയേക്ക് അനി വരുക. അവൻ എനിക്കൊരു ശല്യമായിട്ട് എൻ്റെ പിന്നാലെ തന്നെ കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ അവനെ പലവട്ടം അകറ്റി നിർത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ അവ സമ്മതിക്കുന്നില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? ഇത് കേട്ടപ്പം ആദർശോട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ വിഷമം എന്താന്ന്. അപ്പോഴേക്കും നയന പറഞ്ഞു, മോളെ നീ അങ്ങനെ ജോലിയൊന്നും വേണ്ടെന്ന് വെക്കരുത്. ആശിച്ചു മോഹിച്ചു വാങ്ങിയ ജോലിയല്ലേ. അതെ നയനേച്ചി, പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്ക് എൻ്റെ കൃത്യനിർവ്വഹണം ശരിക്കും നടത്താൻ പറ്റുന്നില്ലെങ്കിലോ? ഞാൻ പോകുന്ന വഴിക്കൊക്കെ അവൻ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അവനോട് എത്ര പറഞ്ഞു കൊടുത്തിട്ട് അവൻ മാറാൻ തയ്യാറാവുന്നില്ല. ഒരു കാര്യം ചെയ്യാവോ? മൂർത്തി മുത്തശ്ശനോട് എങ്ങാനും പറഞ്ഞിട്ട് എനിക്ക് വേറെ എങ്ങോട്ടേലും കുറച്ച് ദൂരേക്ക് ട്രാൻസ്ഫർ വാങ്ങി തരുമോ? ഞാൻ വേറെ എങ്ങോട്ടേലും പോയിക്കോളാം. ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കാം. അല്ലാതെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ പലവട്ടം അവനെ ഉപദേശിച്ച് നോക്കി. പക്ഷെ എത്ര വട്ടം എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നേ? പിന്നെ അവനെ എനിക്ക് സങ്കടപ്പെടുത്താനും പറ്റില്ല. അവൻ വിളിച്ചു കഴിയുമ്പോൾ കോൾ എടുത്തില്ലെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും. നിങ്ങൾ തന്നെ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? നയന പറഞ്ഞു, നിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നന്ദു പറഞ്ഞു, ഇനിയിപ്പം ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ. ഒന്നെങ്കിൽ ഈ ജോലി വേണ്ടെന്ന് വെക്കുക. അതാ ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല മാർഗം. അല്ല എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് ആദർശനും നയനയ്ക്കോ വല്ലാത്ത സങ്കടമായിപ്പോയി. പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശൻ നയനയും നന്ദുവിനെ കണ്ടിട്ട് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞാ ഈ വീട്ടിലെ കാർന്നൊരു സ്ഥാനമുള്ള രണ്ടുപേരും വന്നല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശൻ അങ്ങനൊന്നും പറയല്ല മുത്തശ്ശ, ഇപ്പോഴും ആ സ്ഥാനം നിൽക്കുക തന്നെയാന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു, ആ സ്ഥാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ, പിന്നെന്താന്ന് ചോദിക്കുകയാണ്. ഈ സമയം നയൻ ആദർശനെ ഒന്ന് നോക്കുവാണ്. ആദർശനെ നോക്കിക്കഴിഞ്ഞപ്പം ആദർശ് നയനോട് കാര്യം പറയണം. പിന്നീട് നയന ആദർശനോട് പറയാനായിട്ട് കണ്ണു കാണിക്കുകയാണ്. മുത്തശ്ശി പറഞ്ഞു, രണ്ടുപേർക്കും എന്താ പറയാനുണ്ടല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കുക. ഇത് കേട്ടുകഴിഞ്ഞപ്പം നയന പറഞ്ഞു, അത് പിന്നെ മുത്തശ്ശ നന്ദുവിനെ കുറിച്ചാന്ന് പറയാണ്. നന്ദുവിനെ കുറിച്ചോ? അവൾ ഈ ജോലി തന്നെ വേണ്ടെന്ന് വെച്ചാലോന്ന് ഇപ്പൊ പറയണേ. ഞങ്ങൾ നന്ദുവിനെ കണ്ടിട്ട് വരുന്ന വഴിയാ. ആ സമയം അനി അതിലൂടെ വരുന്നേ. അനി അവിടെ മറിഞ്ഞു നിന്നു ഇവര് പറയുന്ന എന്താന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് മുത്തശ്ശി ചോദിച്ചു, എന്തൊക്കെയാ മോളെ നീ പറയണേ? നന്ദു ജോലി വേണ്ടെന്ന് വെക്കാനാ? ആദർശ് പറഞ്ഞു, എന്ത് ചെയ്യാനാ, അവൾക്ക് സ്വസ്ഥതയോടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അനി ഇപ്പൊ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുമല്ലേ, അതുകൊണ്ട് അത് അവളെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. നയന പറഞ്ഞു, അത് പിന്നെ ഒരു കാര്യമുണ്ട് മുത്തശ്ശ, അവളിപ്പോ ചോദിക്കുന്നേ ദൂരെ എങ്ങോട്ടേക്കെല്ലാം ട്രാൻസ്ഫർ കിട്ടുവാന്നാ. അങ്ങനെ ട്രാൻസ്ഫർ കിട്ടുവാണോ കുഴപ്പമില്ല, അല്ലെങ്കിൽ അവൾ ജോലി തന്നെ വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചിരിക്കുക. അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ജോലി വേണ്ടെന്ന് വെക്കാനോ? ആശിച്ചു മോഹിച്ചു മേടിച്ച ജോലി. പിന്നെ സാധാരണഗതിയിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് തങ്ങളുടെ ആ ലൊക്കാലിറ്റിയിലേക്ക്
ആദ്യം പോസ്റ്റിംഗ് കിട്ടാന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും കുറേ ട്രൈ ചെയ്തു. ഇതുവരെ ഒരു റെക്കമെൻഡേഷൻ പോകത്ത് ഞാനാണ് നന്ദുവിന് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് അവളുടെ ഈ ലൊക്കാലിറ്റിയിലേക്ക് തന്നെ അവൾക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തേ. പക്ഷേ ഇപ്പൊ ഇത് വേണ്ട, വേറെ സ്ഥലത്തേക്ക് വേണത് പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശ് പറഞ്ഞു അവൾക്ക് മനസ്സായിട്ടല്ല മുത്തശ്ശ, പക്ഷെ അവളുടെ അവസ്ഥ അതായിപ്പോയി. ഇതൊക്കെ കേട്ടോണ്ടിരുന്ന എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ, എന്ത് ചെയ്യണമെന്നറിയില്ല. നയന പറഞ്ഞു അവൾക്ക് ഇവിടെ നിൽക്കാൻ തന്നെ താല്പര്യമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അനിയെക്കുറിച്ച് ഓർത്തിട്ട്, അല്ലെങ്കിൽ ഇനി അനിയുടെ അനാമികയുടെ ജീവിതം തകരുമെന്ന് ഓർത്തിട്ടാ അവള് വേറെ മാറിപ്പോവാന്ന് വിചാരിച്ചിരിക്കുന്നേ. മുത്തശ്ശൻ പറഞ്ഞു സാധാരണഗതിയിൽ സ്വന്തം ലൊക്കാലിറ്റിയിൽ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് മാറണമെങ്കിൽ എന്തേലും ഒരു കാര്യത്തിന് പണിഷ്മെന്റ്, കാരണം ചോരത്തെളുപ്പിൽ ആൾക്കാർ എന്തേലുമൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ കണക്ക് ഇങ്ങനെ കയറിയിട്ട് ഇപ്പം നന്ദുവിനെ സംബന്ധിച്ച് നന്ദു അത്ര ഒരു പെൺകുട്ടിയല്ല. നീതി നടപ്പാക്കുന്ന കാര്യത്തിലാണെങ്കിലും അവൾ നേരെ പോകുന്നൊരു പ്രകൃതിക്കാരിയാ ഞാൻ കണ്ടെടുത്തോളം. അവൾക്ക് ട്രാൻസ്ഫർ കിട്ടാന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല. എന്നാലും ഇനിയിപ്പം അങ്ങനെ പറയുവാണെങ്കിൽ ഞാൻ നോക്കാം, എൻ്റെ രീതി നോക്കാമെന്ന് പറയാം. മുത്തശ്ശി പറഞ്ഞു അതുകൊണ്ടായോന്ന് ചോദിക്കുക. അങ്ങനെ പെട്ടെന്നൊന്നും അനി മാറിപ്പോന്ന് എനിക്ക് തോന്നണില്ല. അത് കേട്ടതും ആദർശ് പറഞ്ഞു അതാ എനിക്കൊരു പേടി. മുത്തശ്ശൻ പറഞ്ഞു നിനക്കൊന്നും ഉപദേശിച്ചുകൂടെ അനിയെ? ഒന്നും അല്ലേലും ചേട്ടനല്ലേന്ന് ചോദിക്കുക. നയന പറഞ്ഞു ഞങ്ങൾ ഉപദേശിക്കുന്നുണ്ട് മുത്തശ്ശ, പക്ഷേ എങ്കിൽ അതൊന്നും അവൻ അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല. ആദർശ് പറഞ്ഞു ഈ പറയുന്ന അനാമികയുടെ കയ്യിലും കുറെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ആദ്യം ഓർത്തോണ്ടിരുന്ന അനിയുടെ കയ്യിലാ തെറ്റെന്ന, പക്ഷെ അതൊന്നും അല്ല മുത്തശ്ശ. അതിനേക്കാൾ ഉപരി അനാമികയെ വളഞ്ഞ വഴി ചിന്തിക്കുന്നവളാ. അവളും കുറെ തെറ്റുകളൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട്. മുത്തശ്ശൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേ. ഇപ്പൊ തന്നെ അനിയുടെ ആ വീഡിയോസ് ഒക്കെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഭാര്യയെ സഹിക്കുന്നേ? മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ, അതൊന്നും ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. ആദർശ് പറഞ്ഞു ശരി. മുത്തശ്ശൻ പറഞ്ഞു അവനെ ഉപദേശിക്കണം. നയന പറഞ്ഞു ഇനിയിപ്പം അതിന്റെ പേരിൽ അനിയെ വഴക്കൊന്നും പറയാൻ പോകണ്ട. വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഞങ്ങൾ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നും പറഞ്ഞുകൊണ്ട് നയനെ ആദർശം അങ്ങോട്ട് പോവുകയാണ്. ഈ സമയത്ത് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറഞ്ഞു അവൻ എന്താടോ ഇങ്ങനെയായി പോയത്? മുത്തശ്ശി പറഞ്ഞു അവന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഈ പറയുന്ന അനാമികയുടെ അച്ഛനും അമ്മയും വരെ ശരിയല്ല, അവരത്ര ശരിയായിട്ടുള്ള ആൾക്കാരൊന്നും അല്ലെന്ന് പറയാം. മുത്തശ്ശൻ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇവിടെ? നമ്മൾ എന്താണെങ്കിലും അനിയുടെ അനാമികയുടെ ജീവിതം അല്ലേ നോക്കണ്ടേ എന്നൊക്കെ പറയാണ്. പിന്നീട് അനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. കാരണം ഫോണില്ല വിളിക്കാനായിട്ട്. ആ ഫോണ് ജാനകിയുടെ കയ്യിലാണ്. പിന്നീട് ജാനകിയുടെ മുറിയിലേക്ക് ചെന്നു. മുറിയിലേക്ക് കഴിഞ്ഞപ്പോൾ ജാനകിയുടെ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മയുടെ ഫോണാ. ഇതിനകത്തുനിന്ന് നന്ദുവിനെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കരുതി നന്ദുവിനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് കിട്ടുന്നില്ല. എനിക്ക് ഭയങ്കര ദേഷ്യമായി, എന്ത് ചെയ്യണം? അവള് വിളിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയായിരുന്നു. എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ജാനകിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. പിന്നീട് ജാനകിയോട് പറഞ്ഞു ജാനകി നീ പോയി നിന്റെ മരുമകളെ വിളിച്ചോണ്ട് വരണം എന്ന് മുത്തശ്ശൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു ഞാൻ പോവാനോ? ഇല്ല അച്ഛാ എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും? മുത്തശ്ശി പറഞ്ഞു ഇപ്പൊ നിന്റെ മുത്തശ്ശൻ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ പോയി കൂട്ടിക്കൊണ്ട് വന്നാ മതി. അവരുടെ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടി പറയാൻ പറ്റില്ല, ഞാൻ അവരുടെ മുന്നിൽ നാണം കെട്ടുപോകും. അവരോരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ഉത്തരം കൊടുക്കണ്ടേ? എന്നെ കൊണ്ട് സാധിക്കില്ല അച്ഛാ. അതുകൊണ്ട് എന്നെ വെറുതെ ഇതിനകത്തേക്ക് വലിച്ചിരിക്കണ്ട. ഇനിയിപ്പം അനാമിക അവർ കൊണ്ടുവന്ന് വിടുവാണ്, കൊണ്ടുവന്ന് വരട്ടെ, അല്ലാതെ എനിക്ക് അങ്ങോട്ടേക്ക് ചെന്ന് കയറി കൊടുത്ത് അവിടെ വായിരിക്കുന്നത് കേൾക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ടേക്ക് പോയി. മുത്തശ്ശനും മുത്തശ്ശിയും ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലായി. പിന്നീട് ദേവേനെ ജയനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയൻ പറഞ്ഞു ഈ വീട്ടിൽ എന്തോരു സന്തോഷം കളിച്ചിരികളൊക്കെ ആയിരുന്നു, ഇപ്പോഴൊന്നുമില്ല, വീട് ആകെ മാറിപ്പോയിരിക്കുന്നു എന്ന് പറയണം. ദേവേനി പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. ഓരോ പെണ്ണുങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ടെങ്കിൽ കുടുംബം കുട്ടിച്ചോറാക്കും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് വരുന്നേ. പിന്നീട് മുത്തശ്ശൻ വന്നിട്ട് പറഞ്ഞു അതെ നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി അനാമിക മോളെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ജയനും ദേവേനും പരസ്പരം നോക്കി. പിന്നീട് ചോദിച്ചു എന്താ നിങ്ങൾ എന്താ ഒന്നും മറുപടി ഒന്നും പറയാത്തെന്ന് മുത്തശ്ശി ചോദിക്കുക. അപ്പോഴേക്കും ദേവേന് പറഞ്ഞു അല്ല അത് പിന്നെ ഞങ്ങൾ പോയി വിളിച്ചോണ്ട് വരണം. എന്താ നിങ്ങൾക്ക് പോയി വിളിച്ചോണ്ട് വരാൻ പറ്റില്ലേ? അപ്പോഴേക്കും ദേവേന് പറഞ്ഞു അവളുടെ സ്വഭാവം അത്ര ശരിയല്ല അച്ഛാ, അവൾ അത്ര ശരിയല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാന്ന് പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പം മുത്തശ്ശി പറഞ്ഞു അല്ല അവള് ശരിയല്ലെങ്കിലും ഇപ്പൊ അനിയുടെ സ്വഭാവം എന്താ, അവൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിക്കൊണ്ട് നടക്കണേ? ജയൻ പറഞ്ഞു അല്ല അനിയേക്കാളും കൂടുതലായിട്ട് കള്ളത്തരം കാണിച്ചു കൂട്ടുന്നൊക്കെ
അവളാന്ന് പറയാ അനാമിക. ഈ സമയത്താണ് അതിലൂടെ ജലജ വരുന്നത്. ജലജ പതുക്കെ അവിടെ മറിഞ്ഞു നിൽക്കുക, ഇവർ തമ്മിലുള്ള സംസാരം എന്താന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ദേവേനി പറഞ്ഞു, അവള് ഒരു പയ്യന്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് കറങ്ങി നടക്കുന്നതാണ്, ഒരു കാമുകനാന്നൊക്കെ പറഞ്ഞ് ഒരുത്തനുണ്ടെന്ന് പറയാം. അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് അനി എന്താ ചെയ്യുന്നേ? നന്ദുവിന്റെ പിന്നാലെ നടക്കുമല്ലേ? അപ്പൊ പിന്നെ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കല്യാണത്തിന് ശേഷം ഭർത്താവ് വേണ്ട പരിചരണം ഭാര്യയ്ക്ക് കൊടുക്കുന്നില്ലെങ്കിൽ ഭാര്യ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പോയെന്നിരിക്കും. അത് അവന്റെ പിടിപ്പുകേടാ. അതിന് അനാമിക മോളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദേവേനി പറഞ്ഞു, എന്നാലും ചില കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒട്ടും അവളെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു, ഓഹോ, അപ്പൊ നിങ്ങൾക്ക് പോയി വിളിച്ചോണ്ട് ഞാൻ പറ്റില്ലേ? അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാനകിയോട്. അപ്പൊ ജാനകിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങൾക്കും അവളെ പോയി വിളിച്ചോണ്ട് വരാൻ പറ്റില്ലേ? അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അച്ഛാ അവളെ പോയി വിളിച്ചോണ്ട് വരാനായിട്ട്. ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയാം. ഓ അങ്ങനെയാണല്ലേ? അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാൻ വസുന്ധരെ, ഇവരാരും പോകുന്നില്ലെങ്കിൽ നമുക്ക് പോയി വിളിച്ചോണ്ട് വരാം. അപ്പോഴേക്കും ജയൻ പറഞ്ഞു, അത് വേണോ അച്ഛാ? അച്ഛനും അമ്മയും വെറുതെ പോയി അവരുടെ മുന്നിൽ പോയി നാണം കിടണ്ട. എന്തിനാ നാണം കിടന്നേ? അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ പോവാതിരിക്കുന്ന നല്ലത്. അതെന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചല്ല. കൂടുതൽ അതിൻ്റെ അകത്ത് കയറി അഭിപ്രായം പറയാൻ വരണ്ട. വാ വസുന്ധരെ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനെ വിളിച്ചിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് ദേവേനി പറഞ്ഞു, ദൈവമേ, അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ വീടിന് കുട്ടിച്ചോറാക്കും. അവൾ എന്തൊക്കെയാ ചെയ്തു കൂട്ടാമോന്ന് പറയാൻ പറ്റില്ല. ഈ വീടിനും കൂടെ വരെ തീയിടുന്ന ടൈപ്പ് സ്വഭാവം അവളുടെ. എങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലോ ജയേട്ടാ എന്ന് ദേവേനി പറഞ്ഞു. ജയൻ പറഞ്ഞു, ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം, അല്ല നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ദേവേനോട് പറയാണ്. പിന്നീട് ജലജ ചെന്നിട്ട് രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. രേവതി കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു, ഓ ഇവിടെ കൊടുമ്പരി കൊണ്ട ചർച്ച എന്താണെന്നറിയാവോ? ചൂട് പിടിച്ച ചർച്ചാ വിഷയം അനി അനാമികയൊക്കെയാന്ന് പറയാം. അത് കേട്ടുകഴിഞ്ഞപ്പം രേവതി ചോദിച്ചു, അതെന്താ? ഒന്നും പറയണ്ട, അനാമിക മോളെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണേ. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ? എന്റെ മോളെ അങ്ങനെ പെട്ടെന്ന് വിടുന്നില്ലെന്ന് രേവതി പറഞ്ഞു. ആ അങ്ങനെ വിടല്ലേ രേവതി. അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ മോൾക്ക് വല്ല വിലയുണ്ടാവോ? അവൻ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് അവൻ നല്ല അന്തസ്സോടുകൂടി തല ഉയർത്തി പിടിച്ചാൽ നടക്കണേ. അതിന്റെ ആവശ്യമുണ്ടോ? ഒരു കാരണവശാലും മോളെ പറഞ്ഞു വിടല്. ഇനിയിപ്പോ ആരൊക്കെ വന്ന് വിളിച്ചാലും പറഞ്ഞു വിടല്. നമ്മുടെ വില നമ്മളായിട്ട് ഇല്ലാതാക്കരുത്. അത് കേട്ടപ്പോ രേവതി പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ എന്റെ മോള് വലിഞ്ഞു കയറി വന്നൊന്നുമല്ല. അനി താലി കെട്ടിയതല്ലേ, നാലാളെ വിളിച്ചു കൂട്ടി. അങ്ങനെ എന്റെ മോളെ എല്ലാവരുടെ മുന്നിൽ അങ്ങനെ കൊച്ചാക്കാനോ അല്ലെങ്കിൽ അവൾക്കൊരു വിപത്തുണ്ടാകുന്ന കാര്യത്തിന് വേണ്ടി ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവോ? പാവം എൻ്റെ കുട്ടി. ഇതെല്ലാം കണ്ടിട്ടും കേട്ട് അവൾക്ക് എന്ത് വിഷമമായെന്നറിയാവോ? ഭർത്താവ് എന്ന് പറയുന്നത് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്ന് പറയാം. അത് കേട്ടുകഴിഞ്ഞപ്പം ജലജ പറഞ്ഞു, ശരിയാ രേവതി, ഒരു കാരണവശാലും ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടല്ല. പിന്നെ ഞാനിത് പറഞ്ഞൊന്നും ആരോടും പറയരുത് കേട്ടോ, അറിയാലോ. ഞാൻ ആരോടും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് രേവതി കോഡ് കട്ട് ചെയ്യാണ്. പിന്നീട് ഫോൺ കട്ട് ചെയ്തിട്ട് രേവതി നേരെ അനാമയുടെ അടുത്തേക്ക് വരുവാണ്. പിന്നെ അനാമയോട് പറഞ്ഞു, മോളെ ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താമ്മേ? ഇതേ ഇപ്പൊ ആ ജലജയെ ജലജ വിളിച്ചിട്ട് പറഞ്ഞു, മിക്കവാറും നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അവിടെയുള്ള നിന്റെ വല്യമ്മയോ അല്ലെങ്കിൽ നിന്റെ മുത്തശ്ശനോ മുത്തശ്ശിയോ അവരാരിലേക്കും ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമോ അമ്മേ? വരുമെന്നൊക്കെയാ പറയണേ. അങ്ങനെയാണെങ്കിൽ എന്റെ മോളിച്ചിരി വെയിറ്റ് ഇട്ട് നിൽക്കണം, പോവരുമെന്ന് പറയാം. അത് കേട്ടപ്പോൾ അനാമി പറഞ്ഞു, അതൊക്കെ ഞാൻ ചെയ്തോളാം. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്നെക്കുറിച്ചുള്ള പല കള്ളത്തരങ്ങളും അവരൊക്കെ പിടികൂടിയതല്ലേ ഈ പറയുന്ന വല്യമ്മയൊക്കെ. അപ്പം പിന്നെ വല്യമ്മ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയാൻ പറ്റില്ല. അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാണെങ്കിലോ. എന്നാലും എനിക്കെന്തോ അത്രയ്ക്ക് അങ്ങോട്ട് തോന്നുന്നില്ല. ഇനിയിപ്പോൾ വന്നാൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാമേ. അതെ മോളെ, അങ്ങനെ പെട്ടെന്ന് നമ്മളങ്ങോട്ട് വിട്ടുകൊടുക്കരുത്. നമ്മുടെ കയ്യിലൊരു പിടിവള്ളി വേണം, അറിയാലോ. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു നിമിഷം അനാമിക ഒന്ന് ആലോചിച്ചു. അനാമിക പിന്നീട് പറഞ്ഞു, അങ്ങനെ വന്നിട്ട് പോയില്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. പക്ഷെ എന്നാലും പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വിലയില്ലാതാവൂലേ? അതാ പറഞ്ഞ മോളെ, ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ പെട്ടെന്ന് പോവരെന്ന്. എന്ത് ചെയ്യണമെന്നൊരു തീരുമാനം എടുക്കണം. മിക്കവാറും ആ കുട്ടിക്കുരങ്ങനും പിന്നെ ആ കുരങ്ങുമായിരിക്കും ഇങ്ങോട്ട് വരുന്നേ. കുരങ്ങോ? ഏത് കുരങ്ങ്? അമ്മ ആരെക്കുറിച്ചാ പറയണേ? കുരങ്ങെന്ന് ഞാൻ ഉദ്ദേശിച്ച വേറെ ആരുമല്ല. അവിടെ ഒരാളുണ്ടല്ലോ, ഒരു കിളവനുണ്ടല്ലോ. ഓ, മുത്തശ്ശനെ കുറിച്ചാണോ പറഞ്ഞേ? അതെ, എനിക്ക് അയാളെ കാണുമ്പോൾ ഒരു സിംഹവാലം കുരങ്ങനെ ഓർമ്മ വരണേ. എൻ്റെ അമ്മേ, നല്ല തലയെടുപ്പല്ലേ മുത്തശ്ശന്. പിന്നെ തലയെടുപ്പാണ് പോലും. വലിയ കുരങ്ങും അതിൻ്റെ കുറെ കുട്ടിക്കുരങ്ങുകളും അങ്ങനെ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഇത് കേട്ടപ്പോൾ അനാമയെ ചിരിക്കുക. ഇങ്ങോട്ടേക്ക് വന്ന് മിക്കവാറും മോളെ കൂട്ടിക്കൊണ്ടു പോകുന്ന കാര്യം പറയായിരിക്കും. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. മോളെ, കിട്ടിയ അവസരം നമ്മൾ മുതലാക്കണം, വിട്ടുകൊടുക്കരുത്. ഏക പ്രതീക്ഷ നിന്നില്ല, അറിയാലോ. കുറെ കടങ്ങളുണ്ട്, എല്ലാ കടങ്ങളും വീട്ടണം. നമുക്കൊരു പിടിച്ചിരിപ്പുണ്ടാകണ്ടേ? അത് ശരിയാമ്മേ.
ആ, അതിന് നമ്മൾ ചില തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയേ മതിയാവുള്ളൂ. ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല. അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടത്തില്ല. ഇവിടെ നമ്മൾ ഇച്ചിരി ഒന്ന് മസിൽ പിടിച്ച് നിൽക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടും. ഞാൻ നോക്കിയിട്ട് അതേ ഒരു പോംവഴിയുള്ളൂ. അതൊക്കെ ഞാൻ ഏറ്റമ്മേ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന ആ വീട്ടിലാണെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആരും തന്നെ ഇല്ല. അമ്മയ്ക്കറിയാലോ. ആകെപ്പാടെ അഭിയേട്ടൻ മാത്രമാണ് അവിടെ ഒന്ന് തിരിഞ്ഞു നിൽക്കുന്നത്. ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടാ. രേവതി പറഞ്ഞു, ചില കുടുംബങ്ങളൊക്കെ ഇങ്ങനെയാ. പക്ഷെ എന്നാലും അവരുടെ ഐക്യം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് താർക്കാൻ പറ്റുന്ന കാര്യമല്ലമ്മേ എന്ന് അനാമിക പറഞ്ഞു. അഭിയേട്ടൻ മാത്രമാണെങ്കിൽ ഇച്ചിരി മാറ്റി ചിന്തിക്കുന്ന ആളാ. അഭിയേട്ടനെ കയ്യിലെടുക്കാൻ എളുപ്പാ. പക്ഷെ മറ്റുള്ളവര് അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നോക്കാം മോളെ, എന്തെങ്കിലും നമുക്ക് ചെയ്യാം എന്നൊക്കെ രേവതി ഇങ്ങനെ ജാനകിയോട് പറഞ്ഞു. രേവതി അനാമികയോട് പറഞ്ഞു. പിന്നീട് അബിയുടെ അടുത്തേക്ക് ജലജ വരിക. ജലജ വന്നിട്ട് പറഞ്ഞു, മോനെ അബി, ഒരു കാര്യം ഉണ്ടാ. അനാമികനെ വിളിച്ചോണ്ട് പോകാനോ മിക്കവാറും ഇവിടുന്ന് നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം. അങ്ങനെ പോകാനുണ്ടോ? ആ പോകും. പക്ഷെ അവള് വരുമോ എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. അത് കേട്ടുകഴിഞ്ഞപ്പം അബി പറഞ്ഞു, എന്തിനു വരണം? അവള് വരാതിരിക്കുന്നതല്ലേ നല്ലത്. അവൾ ആ വഴിക്കും കൂടെ പോവാണെ അതൊരു നല്ല കാര്യമാണ്. അത് കേട്ടപ്പം ജലജ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ. പക്ഷെ അവള് പോകുന്നു തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും അവള് പെട്ടെന്ന് പോകുന്ന ടൈപ്പല്ല. അവള് വന്നത് തന്നെ എന്തിനാ? ഇവിടുന്ന് സ്വത്തും പണം അടിച്ചു മാറ്റാനല്ലേ? അത് ശരിയാ. ഇവിടുത്തെ സ്വത്തും പണം അടിച്ചു മാറ്റാൻ തന്നെ അവള് വന്നിരിക്കുന്നത്. അവള് പഠിച്ച കളി തന്നെയാന്ന് അബി പറഞ്ഞു. ഇത് കേട്ടപ്പം ജലജ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ. പക്ഷെ നമുക്കൊരു പിടിച്ചിരിപ്പ് അവരോടൊപ്പം ഉള്ളൂ. അറിയാലോ, നമ്മളോടൊപ്പം എന്തിനും കൂടുന്ന അവരാണ്. അപ്പൊ നമുക്ക് അവരോടൊപ്പം നിന്നിട്ടേ കാര്യമുള്ളൂ. ആ സമയത്ത് ഹബി പറഞ്ഞു, അല്ല ഇവിടെ ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് എനിക്ക് വല്ല കുലുക്കമുണ്ടോ? അതെ, അതാ കുഴപ്പം. അവരത്രയും വലിയൊരു കളി കളിച്ചിട്ട് ആ വീഡിയോസ് ഒക്കെ പുറത്തു വന്നിട്ട് തലയെടുപ്പോട് കൂടിയല്ല നടക്കുന്നേ. അല്ല, മുത്തശ്ശൻ അവന് പണിഷ്മെന്റ് കൊടുക്കുമെന്ന് പറയുന്നല്ലാതെ ഇന്ന് വരെ എന്തേലും കൊടുത്തോ? അത് കേട്ട് കഴിഞ്ഞപ്പോ ജലജ പറഞ്ഞു, അതേടെ മോനെ, അതാ എനിക്കറിയത്തില്ലാത്തെ. ശരിക്കും പറഞ്ഞാല് അനിയുടെ സ്ഥാനത്ത് നീയെങ്ങാനും ആയിരുന്നെങ്കിലോ ഇപ്പൊ നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കില്ലായിരുന്നോ? അല്ലെങ്കിൽ ആദർശം എന്ത് വലിയ തെറ്റാ ചെയ്തേ? ഒരു പെങ്കൊച്ചിനെ ഉണ്ടാക്കി എന്നിട്ടോ അത് നിന്റെ മുത്തച്ഛനെ കണ്ണേ തെറ്റല്ല. ഇത് കേട്ടപ്പോ അബി പറഞ്ഞു, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയതായിട്ട് പൊക്കി പിടിച്ചോണ്ട് എല്ലാവരും ഇങ്ങ് നടക്കും. പക്ഷെ ഇത്രയും വലിയ തെറ്റ് ചെയ്ത് അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അത് ശരിയാടാ മോനെ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ആ ചന്തുമോളെ കൊഞ്ചിക്കാൻ ഇവിടെ സമയമുള്ളൂ. നിന്റെ കുഞ്ഞിനെ കൊഞ്ചിക്കാനായിട്ട് ആർക്ക് സമയമില്ല. അതൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ കുറ്റമാവും. പക്ഷെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അപ്പോഴേക്കും അബി പറഞ്ഞു, നമുക്ക് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാമേ. അമ്മ ഇടയ്ക്ക് പറയാറില്ലേ, നമുക്ക് അനാമയോടൊപ്പം നിൽക്കാം. പിന്നെ അറിയാലോ, എന്താണെങ്കിലും ഞാനും നോക്കിയിട്ട് അതാ നല്ലൊരു കാര്യം. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവളെ വെച്ച് നമുക്കൊരു കളി അങ്ങോട്ട് കളിക്കാം. ഈ കുടുംബം നമുക്ക് കുട്ടിച്ചോറാക്കാമേ. അത് കേട്ടപ്പോ ജലജ പറഞ്ഞു, അതേടെ മോനെ, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അനാമയോടൊപ്പം നിന്നിട്ടേ കാര്യമുള്ളൂ. എല്ലാത്തിനും ഇവിടെ നമുക്ക് തുരത്തണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അബി ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചു. അബി പറഞ്ഞു, എന്താ വേണ്ടേ നമുക്ക് ആലോചിക്കാം. പിന്നീട് ജലജ അങ്ങോട്ടേക്ക് പോവുക. ഈ സമയത്ത് ദേവേനയും ജയനും ആദർശം നയനെ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പോഴേക്കും ജയൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും? അച്ഛനും അമ്മയും പോയി അവളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തടയാൻ പറ്റുമോ? ജയൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം ആദർശ് പറഞ്ഞു, ശരിയാ അച്ഛാ, അവൾക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള എന്ത് യോഗ്യതയുള്ളേ? അവൾ ഒരു കാരണവശാലും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു. അവൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം കുട്ടിച്ചോറാക്കും. ഈ സമയത്ത് അനി അങ്ങോട്ടേക്ക് വന്നു. അനി അവിടെ മറിഞ്ഞു നിൽക്കുവാണ് ഇവരുടെ സംഭാഷണം കേട്ടോണ്ട്. അപ്പോഴേക്കും ദേവേന് പറഞ്ഞു, ശരിയാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ചെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഉറപ്പായിട്ടും വരും. നയന പറഞ്ഞു, അവൾ ഇങ്ങോട്ടേക്ക് വന്നാലും പ്രശ്നമാ, വന്നില്ലെങ്കിലും പ്രശ്നമാ. നമ്മളാരും വിളിക്കാൻ പോയില്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും പോയി വിളിക്കൂലോ. വിളിച്ചു കഴിയുമ്പോൾ ഉറപ്പായിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങോട്ടേക്ക് വരാൻ കാത്തിരിക്കും അവൾക്ക് എങ്ങനെയാലും ഇവിടെ കയറിയല്ലേ മതിയാവുള്ളൂ. ആ സമയം ദേവേന് പറഞ്ഞു, പക്ഷെ അവൾ ചെയ്ത തെറ്റുകളൊക്കെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പൊറുക്കാനും മറക്കാനും പറ്റുമോ? ജയൻ പറഞ്ഞു, അതെ, എനിക്കവളെ ഇപ്പൊ കണ്ണെടുത്താൽ കാണത്തില്ല. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വീട് തന്നെ അവള് കത്തിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവള് ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാല് ആ പാലിനകത്ത് വിഷം കലർത്തിയത് അവളല്ലേ. അത് നവ്യയുടെ കുഞ്ഞിനും നവ്യയ്ക്കും വേണ്ടിയിട്ട് കൊടുത്ത് അവരെ കൊല്ലാൻ വേണ്ടി ചെയ്ത പരിപാടിയല്ലേ. ഇത് കേട്ടപ്പോ അനിയൊന്ന് ഞെട്ടി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അത് അവള് ചെയ്തിട്ട് അവൾ എത്ര കൂളായിട്ടാ ഇതിലൂടെ നടന്നിരുന്നേ. അപ്പോഴേക്കും ദേവേന് പറഞ്ഞു, അത് ശരിയാ, ശരിക്കും നയനമോളില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ജീവനോടെ പോലും കാണത്തില്ലായിരുന്നു. നയന പറഞ്ഞു, അത് നവ്യേച്ചിയുടെ വയറ്റുണ്ട കുഞ്ഞുമായിരുന്നു കുടിച്ചിരുന്നെങ്കിലോ ഇപ്പൊ നവ്യേച്ചിയും കുഞ്ഞു ജീവനോടെ കാണുമായിരുന്നോ? അതും ഇല്ലായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ജയൻ പറഞ്ഞു, ഇത്രയും വലിയ ക്രൂരതകളൊക്കെ ചെയ്ത അവൾ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ചിലപ്പോൾ വിഷം തന്ന് നമ്മളെ കൊല്ലും.
ആ സമയം നയന പറഞ്ഞു, ഒരുപക്ഷെ അവള് വന്നില്ലെങ്കിൽ, അവളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ആരും ചെന്നില്ലെങ്കിൽ അവള് ചിലപ്പോൾ പല കാര്യങ്ങളും വെളിപ്പെടുത്തും. ആദർശന്റെ മോളാ ചന്തമോളെന്നും പറഞ്ഞുകൊണ്ട് അവള് ചിലപ്പോൾ സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞാലോ. ഇത് കേട്ടപ്പോൾ ദേവേന് പറഞ്ഞു, എനിക്ക് സംശയമുണ്ട്, അവളുടെ സ്വഭാവമായിട്ട് പറയാൻ പറ്റില്ല. ഇവിടെ ചന്തു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്, അവള് ആദർശന്റെ കുട്ടിയാന്ന് പറഞ്ഞുകൊണ്ട് വല്ല സോഷ്യൽ മീഡിയയിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി, എല്ലാരും കൂടെ അതിന്റെ പിന്നാലെ ഇങ്ങോട്ടേക്ക് വരും. പിന്നെ ആദർശന് ആരുടെ മുന്നിൽ തലയുർത്തി പിടിച്ച് നിൽക്കാൻ പറ്റില്ല, ആദർശന്റെ ഇമേജ് കളയും. സത്യാവസ്ഥ എന്താ ഏതാന്നൊക്കെ നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാലോ. ആ സമയം ജയൻ പറഞ്ഞു, അത് ശരിയാ, ചെകുത്താനും കടലിനും പെട്ട അവസ്ഥയിലായിപ്പം നമ്മള് എന്ത് ചെയ്യണമെന്നറിയില്ല. കഴിച്ചിട്ട് ഇറക്കാനും പറ്റില്ല, മധുരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത അവസ്ഥ. ഈ കുടുംബത്തിനെ താളം തന്നെ തെറ്റിക്കൊണ്ടിരിക്കുക. അനാമിക എന്ന് പറയുന്ന ആ ഒറ്റ വിഷവത്ത് കാരണം ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പോലും അറിയില്ല. മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നിന്റെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, അനാമികയെ കൂട്ടിക്കൊണ്ട് വന്നാൽ നമ്മളെല്ലാവരും പെട്ടുപോകും ആദർശെ എന്നൊക്കെ ആദർശനോട് പറയാം. ആ സമയം അനി ഇങ്ങനെ ആലോചിച്ചു, അപ്പൊ അവള് കാരണമാണോ വെല്ലുമ്മയുടെ കരള് പോയത്? എന്റെ വെല്ലുമ്മേനെ കൊല്ലാൻ നോക്കി അവളെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അനി ചില ഉറച്ച തീരുമാനങ്ങളൊക്കെ എടുക്കുക. പിന്നീട് മൂർത്തി മുത്തശ്ശന്റെ അടിയിലേക്ക് വസ്നര മുത്തശ്ശി വരികയാണ്. മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു, അല്ല അവരെ കൂട്ടാൻ പോകാനായിട്ട്, അനാമിക മോളെ കൂട്ടാൻ പോകാനായിട്ട് ഈ വീട്ടിൽ നിന്ന് ആരും തയ്യാറാകുന്നില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. എന്ത് ചെയ്യാനായിട്ടാ? ആരും വിളിക്കാൻ പോയില്ലെങ്കിൽ നമുക്ക് പോയി വിളിച്ചോണ്ടിരാം. നമുക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, മോളോട് റെഡി ആയിട്ടിരിക്കാൻ ഞാൻ വേണുവിനെ ഒന്ന് വിളിച്ചു പറയാം. റെഡി ആയിട്ടിരിക്കട്ടെ, നമുക്ക് പോയി വിളിച്ചോണ്ട് വരാം വസ്തുനെ എന്ന് മുത്തശ്ശൻ പറഞ്ഞു. പിന്നീട് വേണുവിനെ വിളിക്കുകയാണ്. വേണു ചോദിച്ചു, അല്ല എന്താ മൂർത്തി സാറേ? അത് പിന്നെ മോളോട് പറ, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാന്ന്. അല്ല ഇങ്ങോട്ടേക്ക് വരാനായിട്ട് മോൾക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അവിടെ വന്ന് മോളെ കൂട്ടിക്കൊണ്ട് വന്നോളാം, മോളോട് റെഡി ആയിട്ടിരിക്കാൻ പറ. അത് കേട്ട് കഴിഞ്ഞപ്പം വേണു ഭയങ്കര ഒരു സങ്കടം അഭിനയിച്ചു പറഞ്ഞു, അയ്യോ മൂർത്തി സാർ ഇങ്ങോട്ടേക്ക് വരാനോ? എൻ്റെ മോളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, മോളെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്ന് വിട്ടോളാം. മൂർത്തി സാർ അങ്ങനെ ആരുടെ മുന്നിൽ തല കുനിക്കേണ്ട ആളല്ല, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട. അവളുടെ കാര്യത്തിൽ ഞങ്ങൾക്കും ഇല്ലേ ചില താല്പര്യം കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് ഞങ്ങൾ അവളെ അങ്ങോട്ടേക്ക് വിട്ടോളാം. അത് കേട്ടപ്പോൾ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? എന്ത് ബുദ്ധിമുട്ട്? ഒരു കുഴപ്പമില്ല, അവളോട് റെഡിയാവാൻ പറയാം. പിന്നെ ഒരു കാര്യമുണ്ട്, അറിയാലോ മൂർത്തി സാറേ, ഏത് പെൺകുട്ടി എങ്ങനെ സഹിക്കുന്നേ? അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം അവളാണെങ്കിലോ ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ് കൊടുക്കേണ്ട സ്നേഹം അതെന്താണ്, അത് മാത്രം ആഗ്രഹിക്കുന്നേ. അവൾക്ക് അതിൻ്റെതായ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ സമയം അനാമ ഇങ്ങനെ പുച്ഛിച്ച് നിൽക്കും. അതൊക്കെ കേട്ടിട്ട് അനിയെ താ സ്നേഹിക്കാനോ? സഹിക്കാൻ പോലും പറ്റുന്നില്ല. മൂർത്തി സാറിന് അറിയാലോ, എൻ്റെ മോളുടെ മനസ്സിൽ അവൻ മാത്രമേ ഉള്ളൂ അനി. പക്ഷെ അവൾക്ക് കിട്ടേണ്ട സ്നേഹം അവൾക്ക് അവൻ കൊടുക്കാത്തോണ്ടുള്ള പ്രശ്നമുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നീട് മുത്തശ്ശി ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു, അതെ അന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇങ്ങോട്ടേക്ക് അവളെയും കൂട്ടിക്കൊണ്ട് പോവാ, അവൾക്ക് ഞാനൊരു സമ്മാനം കരുതിയിട്ടുണ്ട്. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ വേണുവിന് ഭയങ്കര സന്തോഷം. അതെ ഇങ്ങോട്ടേക്കൊന്നും വരണ്ട കേട്ടോ അമ്മേ, ഞങ്ങൾ ഉറപ്പായിട്ടും അവളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നേക്കാം എന്നൊക്കെ പറഞ്ഞ് വേണു ഫോൺ കട്ട് ചെയ്തു. പിന്നീട് പറഞ്ഞു, രക്ഷ പെട്ടെന്ന് പറയാണ് രേവതിയോട് അനാമികയോട്, എന്താ ദേ എന്തോ ഒരു വലിയ സമ്മാനം അവിടെ നിനക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ട്. ആര് വെച്ചിട്ടുണ്ടെന്ന്? അവിടുത്തെ കിളവി, വേറെ ആരാ എന്നൊക്കെ വേണു പറയാ. അത് കേട്ടുകഴിഞ്ഞപ്പോ അനാമി ചോദിച്ചു, സത്യമാണോ അച്ഛാ? മിക്കവാറും ഒരു 10-20 പവന്റെ നെക്ലേസ് ആയിരിക്കും തരാൻ പോന്നെ. കോൾ അടിച്ചു മോളെ. രേവതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ അടിച്ചു മാറ്റിക്കോ മോളെ. ഇനി നീ ഇതുപോലെയൊക്കെ എന്തേലൊക്കെ തന്ത്രങ്ങൾ ഒപ്പിച്ചാൽ ഉറപ്പായിട്ട് നിനക്ക് കുറെ സ്വർണ്ണങ്ങൾ കിട്ടും. അവിടുന്ന് നീ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കടവും വീട്ടാം, നിനക്ക് സ്വസ്ഥതയോടെ സമാധാനത്തോടു കൂടി ജീവിക്കുകയും ചെയ്യാം. വേണുവിന്റെ രേവതിയുടെ ഒക്കെ മനസ്സിലിരിപ്പ് അതാ. അനാമിക പറഞ്ഞു, അത് ഞാൻ ഉറപ്പിച്ച കാര്യ. നല്ലൊരു ചാൻസാ വീണ് കിട്ടിയിരിക്കുന്നത്. വേണു പറഞ്ഞു, നമ്മളിച്ചിരി മസിൽ പിടിച്ചാൽ എന്താ, കാര്യങ്ങളൊക്കെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ലേ? ഇനിയിപ്പം നമ്മൾ തീരുമാനിക്കുന്ന പോലെ ഇരിക്കും കാര്യങ്ങള്. അവരുടെ ഇഷ്ടം പോലെ സ്വർണവും പണമൊക്കെ കാണും ആ കിളവിയുടെ കയ്യിലെ. പണ്ട് മുതലുള്ള ആഭരണങ്ങളല്ലേ, നല്ല മൂല്യമുള്ള തനി തങ്കം തന്നെയായിരിക്കും കിട്ടാൻ പോന്നെ. മോള് പോയി റെഡിയാവും, മോളെ ഞാൻ കൊണ്ടുവിടാം. അങ്ങനെ അനാമിക പോയി കഴിഞ്ഞപ്പോൾ വേണു രേവതിയോട് പറഞ്ഞു, നമുക്ക് കിട്ടിയ സൗഭാഗ്യമല്ലേ, എന്താണെങ്കിലും നന്ദു എന്ന് പറയുന്ന ആ പെണ്ണിനെ അനിക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നത് നമ്മുടെ നല്ല സമയത്താ. അതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സൗഭാഗ്യം വരുന്നേ. ഇനിയിപ്പോൾ വെച്ചടി കയറ്റുമായിരിക്കും നമ്മുടെ മോൾക്ക്. നമ്മുടെ മോൾ എത്ര കാലം അവിടെ പിടിച്ചു നിൽക്കുന്നോ അത്രയും കാലം അവൾക്ക് നല്ല സൗഭാഗ്യമായിരിക്കും. നമ്മളും രക്ഷപ്പെടും. ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവളിയിൽ ഒതുങ്ങും എന്നൊക്കെ പറഞ്ഞ് അവര് സന്തോഷിച്ച് അനന്തപുരിയിലേക്ക് പോകാൻ റെഡിയാവുകയാണ്. പിന്നീട് മുത്തശ്ശി തൻ്റെ കുറെ ആഭരണങ്ങളൊക്കെ എടുത്തു വെച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നീട് മുത്തശ്ശൻ അല്ല ഇതെന്തിനാ ഇപ്പം ഇതൊക്കെ എടുത്തേന്ന് ചോദിക്കുക. ഇതൊക്കെ എന്തിനാ, വെറുതെ നമ്മളിങ്ങനെ മേടിച്ചു വെച്ച് കണ്ടുകൊണ്ടിരിക്കാന്നല്ലേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് ഇപ്പം ഞാൻ കുറെ ആഭരണങ്ങളൊന്നും അണിയാറില്ലല്ലോ. പിന്നെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്കും അങ്ങനെ താല്പര്യമൊന്നുമില്ല ഇതൊക്കെ അണിഞ്ഞുകൊണ്ട് നടക്കാനായിട്ട്.
ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഇനിയിപ്പൊ ഇത് എന്റെ പെട്ടിക്കകത്തിരുന്നിട്ട് എന്ത് ചെയ്യാനാ? മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാ. ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടി വെക്കുന്നതല്ലാതെ വസ്തുത നീ ഇതിങ്ങനെ അണിഞ്ഞൊന്നും കാണുന്നില്ലോ. അതെ, ഞാനിതങ്ങനെ അണിയാറൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കും. ചിലപ്പം നയനമോൾക്ക് ആർക്കെങ്കിലും പറഞ്ഞ് കൊടുക്കേണ്ട വന്നാൽ കൊടുക്കും, അത്ര തന്നെയെന്ന് പറയാം. പക്ഷെ ഇതിപ്പം ഞാൻ എടുത്ത് എന്തിനാണെന്നറിയാവോ? ഇതിനകത്ത് ഒരെണ്ണം എടുത്ത് അനാമിക മോൾക്ക് കൊടുക്കാന്ന് വിചാരിച്ച, അവൾക്ക് ഞാൻ എന്തെങ്കിലും സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞല്ലോ, കൊടുക്കാന്ന് വിചാരിച്ചാന്ന് പറയാം. അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമ്പം അവളുടെ മനസ്സുണ്ട് സന്തോഷം ആവണ്ടേ, അല്ലെങ്കിൽ തന്നെ വിഷമിച്ചല്ലേ അവള് വരണേ. ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവൾക്ക് സന്തോഷം. അവൾക്ക് ഈ സ്വർണത്തോടൊക്കെ നല്ല ഭ്രമമുള്ള പെൺകുട്ടിയാ. അത് ആദ്യമേ തന്നെ ഞാൻ മനസ്സിലാക്കിയതാ. മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെയാണ് ആ നല്ല കാര്യമാന്ന് പറയാം. അപ്പോഴേക്കുമാണ് അനി ഒരു കൊടുങ്കാറ്റ് പോലെ വരുന്നേ. കൊടുക്ക് കൊടുക്ക്, സ്വർണം പണം എല്ലാം കൊടുത്ത് അവളെ സന്തോഷിപ്പിച്ച് ഇവിടെ അങ്ങ് ഇരുത്ത്, കൈ നിറയെ സമ്മാനങ്ങളും കൂടെ കൊടുക്ക്. ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, നീ എന്തൊക്കെയാടാ പറയണേ? ഞാൻ പറഞ്ഞല്ലോ എന്താ തെറ്റിരിക്കുന്നേ? അവളെ പോലുള്ള ഒരുത്തിക്ക് കൊടുക്കണം. കാരണം വേറെ ആർക്കും കൊടുത്തില്ലെങ്കിലും അതിനുള്ള യോഗ്യത അവൾക്ക് ഉള്ളത്. അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ദേ അനി, എന്തേലും പറയാണ്ട് നീ തെളിച്ചു പറ. ഇനി ഇത് കൂടുതൽ എന്ത് തെളിച്ചു പറയാനാ മുത്തശ്ശി ഇരിക്കണേ? അവള് ചെയ്ത ഓരോ ക്രൂരതകളും വെച്ച് നോക്കുവാണെങ്കിൽ അവളേക്ക് വീട്ടിന്റെ പടിക്ക് പോലും കാലുകുത്താനുള്ള യോഗ്യത അവൾക്കില്ല. എന്നിട്ടോ മുത്തശ്ശി അതൊന്നും അറിയത്തില്ലാതെ അവളെ സ്വർണവും പണവും എല്ലാം കൊടുത്ത് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കണേ. മുത്തശ്ശൻ പറഞ്ഞു, നീ എന്തൊക്കെയാ പറയണേ? എന്തേലും ഉണ്ടെ വ്യക്തമായിട്ട് പറ. മുത്തശ്ശൻ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും അറിയണില്ല, അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ചെയ്യുന്നേ. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും പോയി അനാമിക ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരാനായിട്ട് കൂട്ടാക്കുന്നേ. പക്ഷെ ഈ പറയുന്ന വല്യമ്മയോ അല്ലെങ്കിൽ വല്യച്ഛനോ പോലും അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? അവരുടെ മനസ്സിന് നല്ല വേദനയുണ്ട്. അവർക്ക് ഇഷ്ടമില്ല അവളിങ്ങോട്ടേക്ക് വരുന്നേ. അതിനൊരു കാരണം ഇല്ലാതിരിക്കുവോ? അല്ല, മുത്തശ്ശിയും പറയുന്ന ഇന്ന് വരെ വല്യച്ഛനും വല്യമ്മയൊക്കെ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അവരെല്ലാ കാര്യങ്ങളും അനുസരിക്കുന്നതല്ലേ. പക്ഷെ ഇത് അനുസരിക്കുന്നില്ല. എന്തുകൊണ്ടാ? അത് ആദ്യമേ ഒന്ന് ചിന്തിച്ചുകൂടെ? മുത്തശ്ശൻ പറഞ്ഞു, അതെന്താടാ ഇനി നീ ഇങ്ങനെ പറയണേ? അവള് ചെയ്ത കൊള്ളരുതായ്മകളൊന്നും അറിയത്തില്ലാത്തോണ്ടാ മുത്തശ്ശനും മുത്തശ്ശിക്കും ഇങ്ങനെ. മുമ്പ് ഒരു ഗ്ലാസ് പാല് കുടിച്ച് വല്യമ്മയുടെ കരള് കേടായ കാര്യം അറിയാലോ. അത് നയനേച്ചി കലക്കി വെച്ച പാലായിരുന്നു. അതെ, പക്ഷേങ്കില് ആ പാല് നവ്യേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിട്ടായിരുന്നു നയനെടുത്ത് കലക്കി വെച്ച്. അതറിയാലോ എന്ന് പറയാണ്. അതും അറിയാവുന്ന കാര്യ. പക്ഷേങ്കില് ആ പാല് കലക്കി വെച്ചിട്ട് നയനടുത്ത് അങ്ങോട്ട് പോയ സമയത്ത് അതിനകത്ത് വിഷം കലർത്തിയെന്ന് പറയാം. വിഷം കലർത്തിയോ? മുത്തശ്ശൻ പെട്ടെന്ന് അങ്ങോട്ട് ചാടി എഴുന്നേറ്റു. ആര്? അതെ, വേറെ ആരാ? അനാമികയുടെ അമ്മയും കൂടെ. സത്യമാണ്ട നീ പറയണെന്ന് നിൽക്കും. ഞാനിതിനാ കള്ളത്തരം പറയണേ. ഈ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു, എടാ നീ അത്യാവശ്യം കഥയും കവിതയൊക്കെ എഴുതുന്നല്ലേ, അപ്പൊ നീ ആ രീതിയിലെങ്ങാനും പറയുന്നതാണോ? എന്റെ മുത്തശ്ശ, ഞാൻ അങ്ങനെ പറയുവോ? കള്ളത്തരം പറയേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഞാനല്ലാതെ ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ, അവരോടൊക്കെ ചോദിച്ചു നോക്ക്. അപ്പൊ അവർ സത്യാവസ്ഥ പറയും. ഇതിപ്പോ അറിയത്തില്ലാത്ത 3 വ്യക്തികൾ നമ്മൾ മാത്രമായിരുന്നു. ബാക്കി എല്ലാവർക്കും ഈ വീട്ടിൽ ഈ കാര്യങ്ങൾ അറിയാം. അവരോട് ചോദിച്ചു നോക്ക്, ഞാൻ പറഞ്ഞ കള്ളത്തരമാണോ അതോ സത്യമാണെന്ന്. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇനി ഇത് പറയാതിരുന്നിട്ട് കാര്യമില്ലാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് വന്ന് പറഞ്ഞേ. ഞാനിപ്പം അവരുടെ സംസാരം കേട്ടതാ. അവിടെ കൊടുമ്പിരി കൊണ്ട ചർച്ചയില അനാമയിനെ കൊണ്ട് കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് വല്യച്ഛനും വല്യമ്മ എല്ലാരും കൂടെ ചേർന്ന്. അവർക്ക് ആർക്കും ഇഷ്ടമില്ല. അപ്പോഴവരുടെ ചർച്ചാ വിഷയം ഇതായിരുന്നു. കേട്ടപടി കേൾക്കാത്തപടി മുത്തശ്ശൻ എന്ത് ചെയ്യുക, അങ്ങോട്ടേക്ക് പോവുക. മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പിന്നീട് ദേവേനെയും ജയനെയും ആദർശനും നയനെയൊക്കെ വിളിപ്പിച്ചു. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, അല്ല ഇവിടുത്തെ പല പ്രധാന കാര്യങ്ങളും നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടല്ലേ? അല്ല, എന്ത് പ്രധാന കാര്യങ്ങളാ അച്ഛാ? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് ജയൻ പറയാം. ഒന്നും അറിയത്തില്ലല്ലേ? എനിക്ക് അസുഖമാണെന്ന് പറഞ്ഞിട്ടാണോ നിങ്ങള് ഇതൊക്കെ മറച്ചു വെച്ചോണ്ടിരുന്നേ? അല്ല, ഈ ഓണത്തിന് മനസ്സിലായില്ലേ എനിക്ക് അസുഖമില്ലെന്ന്, പിന്നെ എന്നോട് എന്താ നിങ്ങളൊന്നും തുറന്നു പറയാത്തെ? അപ്പോഴേക്കും ജയൻ പറഞ്ഞു, അല്ല അച്ഛാ, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഞാൻ മനസ്സിലാക്കി തരാം. അപ്പോഴേക്കാണ് പുറത്തൊരു കാറ് വന്നെന്നെ. കാറിനകത്തുനിന്ന് അനാമികയെ അവളുടെ അച്ഛനും അമ്മയൊക്കെ ഇറങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്ന പൊടി പൂരമായിരിക്കും. ഇനിയിപ്പോൾ അനാമികനെ അടിച്ചു പുറത്താക്കും. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.